ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ അടുക്കളപ്പുറത്ത്, അതായത് എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ പുറകിൽ വരുന്ന കുറച്ച് പൂച്ചകളെ പറ്റി പറയാനാണ് കേട്ടോ. എൻ്റെ അല്ല, എൻ്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല ഇതൊന്നും. ഇത് ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായിക്കാണ്. ഈ 1.5 വർഷമായി ഈ വലിയ പൂച്ച, അതായത് ഇത് കണ്ടനാണ്. ഈ പൂച്ച ഇവിടെ ഇങ്ങനെ എപ്പോഴും വരും പോവും. ഞാനപ്പം നമുക്ക് പട്ടിയുണ്ട്, ഇവിടെ 3-4 പട്ടിയുണ്ട്. അപ്പോൾ ഈ ഫുഡ് എപ്പോഴും ഇവിടെ നോൺ വെജ് എപ്പോഴും ഉള്ള വീടാണ്. അപ്പോൾ ഞാൻ ഈ പൂച്ചയ്ക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് സ്ഥിരമായിട്ട് 3 നേരം ഈ പൂച്ച നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ ഈ പൂച്ച നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ വരുന്നത്, ഇത് പല വീടുകളിലും മുന്നേ എന്തോരം ഫുഡ് കഴിച്ചാലും മതിയാവില്ല. ഇവനെ ഞാൻ ടൈഗർ എന്നാണ് വിളിക്കുക. അതുപോലെ നല്ല ആരോഗ്യമുള്ളൊരു പൂച്ചയാണ്. പിന്നെ ഇടയ്ക്ക് കടിയൊക്കെ കൂടിയിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ്, ചെവിയൊക്കെ ഒരു പ്രാവശ്യം മുറിഞ്ഞ് തൂങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവൻ, ഭയങ്കര ഫൈറ്ററൊക്കെയാണ് അവൻ. അതാണിവൻ. അവനെ ഞാൻ ടൈഗർ എന്ന് വിളിക്കും. ഇവൻ്റെ ശരിക്കുള്ള വീട്ടിൽ ഉള്ള ആൾക്കാരെല്ലാവരും രാവിലെ എണീറ്റ് പണിക്കൊക്കെ പോകുമെന്ന് ഇവിടെ അടുത്ത വീട്ടിലെ ആൾക്കാർ പറഞ്ഞത്. അപ്പം ഇവന് ചില ദിവസമൊക്കെ ഇവൻ പൊട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മനസ്സിലായത് ഇതിനൊരു ഉടമസ്ഥനുണ്ടെന്ന്. പക്ഷേ ഇവന് ഉടമസ്ഥനുണ്ടെങ്കിലും ഇവൻ രാവിലെ 7:30 ആകുമ്പോൾ, അതായത് ഞാൻ രാവിലെ ഹസ്ബൻഡിന് ചായയൊക്കെ കൊടുത്ത് ഹസ്ബൻഡ് 7:30 ആകുമ്പോൾ പോകും. അത് കഴിയുമ്പോൾ ഞാൻ ഈ അടുക്കള വാതിൽ തുറക്കുന്ന ഒരു സമയം, ആ കറക്റ്റ് സമയത്ത് അവനിവിടെ എത്തും. ഈ ചെറുതിനെ കാണുന്നില്ലേ, ഇത് ഇവിടെ അപ്പുറത്ത് തന്നെ ഒരു കന്നാലിക്കൂടുണ്ട്. ആ കന്നാലിക്കൂടിനകത്ത് ഏതോ പൂച്ച പ്രസവിച്ച ഇതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പൂച്ച കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഈ തള്ളപ്പൂച്ച എന്ത് ചെയ്തു, ഇതിനെ കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആ പുറകിലായിട്ട് വന്ന് കിടക്കും. ഫുഡുണ്ടല്ലോ, അപ്പോൾ കണ്ടനും ഫുഡ് കൊടുക്കുന്നില്ല, അപ്പോൾ അതും അങ്ങനെ പമ്മി വരും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തള്ളപ്പൂച്ച ഒരു പരുവായി കഴിയുമ്പോൾ തള്ളപ്പൂച്ച അതിന് ഇട്ടിട്ട് പോകും. പക്ഷേ ഈ കണ്ടനാണെങ്കിലല്ലേ ഇത് കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് ഈ കണ്ടൻ ഇതിനെ ഭയങ്കര ഇഷ്ടം. അവനിങ്ങനെ എപ്പോഴും ഇതിനെ കൊണ്ട് നടക്കും. അതിനെയും കൊണ്ട് അവൻ വരുമ്പോഴേ ഇവളെയും കൊണ്ടുവരും. ഇവൾക്ക് ആദ്യം പേടിയായിരുന്നു ഇങ്ങോട്ട് അടുക്കാനായിട്ട്. പിന്നെ ഈ കണ്ടൻ്റെ കൂടെ അവളിങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഇവളും ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടി ഇവളും ഫുഡ് ഇവിടുത്തെ കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഇവള് ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മളെ അടുത്ത് വരുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, എടി കൈ പൊക്കല്ലേ, എനിക്ക് പേടിയായി, നിൻ്റെ നഖം കൊത്തും, നിൻ്റെ മുഖം കാണിക്കാൻ പറഞ്ഞു. ഇത് ഞാനിങ്ങനെ ഹൈ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ മുഖത്ത് ഇങ്ങനെ ചെറുപ്പം തൊട്ട് ഇവൾ ഇടിക്കും. ഇപ്പം ഞാനിങ്ങനെ അവളെ കൈ ഞാനിങ്ങനെ ചുരുട്ടിയിട്ട് ഇവളുടെ അടുത്തോട്ട് വരുമ്പോഴും ഇവളിങ്ങനെ മുഖം ഉയർത്തിക്കൊണ്ട് വരും ഹൈ ചെയ്യാനായിട്ട്. വീടിനകത്തോട്ട് ഇവൾ കയറുമായിരുന്നു ആദ്യം. പക്ഷേ വീട്ടിനോട് അകത്തോട്ട് കയറിയിട്ട് ഇവൾ ഈ എലികളെയും ഈ ചെറിയ കുഞ്ഞു പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് ഇവൾ അകത്ത് കൊണ്ടിടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ് പാമ്പെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആർക്കാ പേടിയില്ലാത്ത. ഞാൻ പിന്നെ ഇവളെ അകത്ത് കയറ്റത്തില്ല. ഇവള് കന്നാലിക്കൂട്ടി പോയി കിടന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവൾ ആ കന്നാലിക്കൂടി പോയി കിടക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇവിടെ ഉപയോഗിക്കാതെ ശൂന്യമായിട്ട് കിടക്കുന്നത്. എൻ്റെ മുകളിൽ ഷീറ്റാണ്, അപ്പോൾ ആ ഷീറ്റ് ഒന്ന് ഇച്ചിരി പൊങ്ങി കിടക്കുന്നുണ്ട്. അവൾ അതിൻ്റെ അടിയിലൊക്കെ പോയിട്ടാണ് അവൾ കിടക്കുന്നത്. പക്ഷേ അവൾ കറക്റ്റ് ടൈമിൽ വരും. അപ്പം ഞാനാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് രാവിലെ ഞാൻ എണീറ്റ വശം എടുത്ത് ഫ്രിഡ്ജിൽ മീനോ ഉണ്ടെങ്കിൽ ഞാനെടുത്ത് മാറ്റി വെക്കും. നേരത്തെ അത് പുറത്ത് വെക്കും. എന്നിട്ട് ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ തലയങ്ങ് വെട്ടിയെടുത്തിട്ട് ഇവർക്ക് കഴിക്കാനുള്ളത് ഞാൻ കൊടുക്കും. അതിനൊരു സ്നേഹം, ഭയങ്കര സ്നേഹം അതിനോട്. എപ്പോഴും അതിനെ വെച്ചിട്ട് ഇങ്ങനെ ഈ തലകൊണ്ട് ഇങ്ങനെ ഇടിക്കും, എപ്പോഴും ഇടിക്കും. അതിനിരിക്കാൻ സമ്മതിക്കത്തില്ല, ടൈഗറിനെ ഇരിക്കാൻ സമ്മതിക്കും. ഇവിടെ ഞാൻ കുഞ്ഞിന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഇവരുടെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അമ്മ തന്നെ നോക്കുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫുഡ് എപ്പോഴും കഴിക്കും. ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കഴിഞ്ഞ് ഇവിടെ മാറും. കണ്ടൻ പിന്നെ ഫുൾ കംപ്ലീറ്റ് കഴിച്ചിട്ടേ അവൻ പോവുള്ളൂ. അപ്പം ഇവള് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവളങ്ങ് ഓടും. ഇവള് ആദ്യം തൊട്ട് അങ്ങനെയാണ്. ഇവള് ഫുഡ് കഴിച്ച് ഇവള് ഓടുവേ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വരുന്ന ആളാണ് ഇതാണ് ഇവളുടെ അമ്മയാണിത്. എന്നും കുഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഓടിപ്പോവും. കന്നാലിക്കൂടി ഇപ്പുറത്തെ സൈഡിലാണ്, ഇതിവിടെ ഓടിപ്പോവും. ഇവളിവിടെ പോകുന്ന എനിക്കറിയില്ല. പക്ഷേ ഇവളുടെ അമ്മ വരും. ഇവളുടെ അമ്മ വന്നിട്ട് ഇവളുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. ഒരു പക്ഷേ മറ്റുള്ളവരൊക്കെ അതിനെ കല്ലെറി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതിന് പേടിയാണ്. പക്ഷേ ഇവിടെ ഫുഡ് ഇവരൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇത് വന്ന് ഫുഡ് എടുത്തിട്ട് അതുകൊണ്ട് ഓടും അത്. അല്ലാതെ ഇങ്ങനെ ഇവരിരുന്ന് കഴിക്കുന്ന പോലെ അത് കഴിക്കില്ല. അതിനു വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെക്കട്ടെ. എനിക്കറിയാം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പൂച്ച വരുമെന്നറിയാം. ഈ പൂച്ച കഴിക്കാൻ വരുമ്പോഴേ കുഞ്ഞ് വന്ന് ഇതിൻ്റെ അടുത്ത് വന്ന് ഇരിക്കും. ആ പൂച്ച നോക്കുപോലും ഇല്ല കുഞ്ഞിനെ. പക്ഷേ ഇത് മകളല്ലേ, അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഓടിച്ചെല്ലുമായിരിക്കും ചിലപ്പോൾ.
അതിൻ്റെ അമ്മയുടെ ഒരു ഇതറിയായിരിക്കും. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ മതി അമ്മ വരും. അമ്മ വരുന്നതിൻ്റെ തൊട്ട് ഇവളും വന്നിരിക്കും. അപ്പം ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, ഇവള് ഫുഡ് കഴിച്ചില്ല, ഇവള് വേണമെങ്കിൽ ഒരു പക്ഷേ അമ്മയോട് പോയി പറയാൻ പോകുന്നതാണ്, എന്താണെന്നറിയില്ല. എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. അല്ല ഇപ്പോൾ ഈ അമ്മപ്പൂച്ച ഇവിടെയൊന്നുമല്ല, ഈ അമ്മപ്പൂച്ച വേറെ എവിടെയോ വീണ്ടും പ്രസവിച്ച് കിടക്കുകയാണ്. പക്ഷേ കുഞ്ഞ് എന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഇതിലേ അങ്ങ് ഓടിപ്പോകുന്ന കാണാം. കുഞ്ഞ് പിന്നെ എവിടെ പോകുന്നറിയില്ല. കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ അമ്മ ആദ്യം വരും. അമ്മ വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിങ്ങനെ വന്നിരിക്കും. ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഞങ്ങൾ, ഇരിക്കും. എന്നിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ കതക് അടയ്ക്കും. കാരണം ഇവരെ പോലെ പേടിയില്ലാതെ ഭക്ഷണം കഴിക്കില്ല അവർ, ആ പൂച്ച. അതിന് ഞാൻ കതക് അടച്ചാൽ മാത്രമേ അതിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അതുപോലെ ഞാൻ കതക് അടയ്ക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഉണ്ടോ, നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിലും ഇതുപോലെയുള്ള സ്നേഹമുള്ള പൂച്ചകളുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയാണ് പൂച്ചയെ. പക്ഷേ ഇവർ 3 പേര് മാത്രമേ ഈ ഒരു ഇതിൽ വരത്തുള്ളൂ. ഈ കണ്ടൻ വന്നതിന്, ടൈഗർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു പൂച്ചയും വേറെ വരില്ല. പിന്നെ വന്നത് ഇതിൻ്റെ ഒരു കൊച്ചും ഇതിൻ്റെ അമ്മയും വരാൻ മാത്രമേ ഇവൻ സമ്മതിക്കുള്ളൂ. ബാക്കി ഒരു പൂച്ചയും ഇവിടെ വരില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്കത് കാരണം രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. മീനൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും, ഞാനിച്ചിരി പാല്, രാവിലെ ചായ ഇല്ല, അപ്പോൾ അത് ഞാൻ ഇവർക്ക് ഇച്ചിരി പാല് ഒഴിച്ചിട്ട് അവിടെ പുറത്ത് വെക്കും. അത് അടുപ്പിക്കാൻ എനിക്ക് പേടിയാണെങ്കിലും എനിക്ക് ഇങ്ങനെ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ പുറകിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് പേര് കാണും. നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. നിങ്ങൾക്കോ? താങ്ക്സ് ഫോർ വാച്ചിങ്.